ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സുത്തുക്കുട്ടികളെ, ഇന്ന് നമുക്ക് മറ്റൊരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവി കാണാം. ഇതൊരു വെർത്ത് വാച്ചിങ് ഹൊറർ മൂവിയാണ് കേട്ടോ. സാധാരണ ഇന്തോനേഷ്യൻ മൂവീസിൽ ഒരു മിത്ത് കഥയും പിന്നെ അതിനെ ചുറ്റി അനാവശ്യ ഗ്രാഫിക്സ് ഒക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് പ്രേത സിനിമകൾ വരാറുണ്ട്. കുറേയൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ ചില സാധനങ്ങളുണ്ടല്ലോ അത് നമ്മളെ വിറപ്പിച്ചിരുത്തും. മറ്റു ഭാഷകളെ കാട്ടിലും ഗംഭീരമായിട്ടാണ് അവർ ചില സിനിമകൾ ചെയ്യുക, പ്രത്യേകിച്ച് ഹൊറർ. അങ്ങനെ ഒരു മൂവിയാണ്, നമ്മളെ കണ്ണ് തള്ളിപ്പിക്കുന്ന ഒരു മൂവിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. 2019 റിലീസ് ചെയ്ത ദ ക്വീൻ ഓഫ് ബ്ലാക്ക് മാജിക്, ദുർമന്ത്രവാദത്തിന്റെ രാശാത്തി സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു കാറ് മാത്രം കാടുകൾക്കിടയിലുള്ള റോഡിലൂടെ ഇങ്ങനെ പോകുന്നു. ആ കാറിനകത്തുണ്ട് ഒരച്ഛൻ, ഒരമ്മ, 3 കുട്ടികൾ. അതിലെ പെൺകുട്ടി ചോദിക്കും, ഇത് ഏതാണ് സ്ഥലം? മാപ്പിൽ പോലും ഇല്ലാത്ത സ്ഥലത്തേക്കാണോ നിങ്ങൾ ഞങ്ങളെ കൊണ്ടുപോകുന്നു? ഇത് കേട്ട് അവരുടെ കുഞ്ഞുമോൻ പറയും, നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത്, നമുക്ക് എന്ത് കിട്ടിയോ അത് വെച്ച് സന്തോഷിക്കുക. അങ്ങനെയാണ് മനുഷ്യർ സന്തോഷം കണ്ടെത്തേണ്ടത്. ഇത് കേൾക്കുമ്പോൾ ചേച്ചി അനിയനോട് പറയാണ്, നീ ഇങ്ങനെ കിളവന്മാരെ പോലെ സംസാരിച്ചാൽ നിനക്ക് സ്കൂളിൽ നിന്ന് ഒരു കൂട്ടുകാരും ഉണ്ടാവില്ല, എല്ലാവരും നിന്റെ അടുത്ത് നിന്ന് ഓടിപ്പോവും. അപ്പൊ അനിയൻ കുട്ടം പറയും, അതുകൊണ്ടായിരിക്കും നിനക്ക് കൂട്ടുകാരൊന്നും ഇല്ലാതെ ഓടിപ്പോകുന്നു. ഇങ്ങനെ പിള്ളേര് പരസ്പരം ട്രോളിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇവർ അച്ഛൻ, നമ്മുടെ കഥയിലെ നായകൻ. അച്ഛൻ പറയും, മക്കളെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ചെറുപ്പത്തിൽ എന്നെ വളർത്തിയ ആള്, ഞങ്ങൾ ഓർഫനേജിന്റെ ഉടമ, അങ്ങേർക്ക് സുഖമില്ലാത്തറേ, നമ്മൾ അദ്ദേഹത്തെ കാണാൻ പോവാണ്, എന്റെ അച്ഛന്റെ സ്ഥാനമാണ് അദ്ദേഹത്തിന്. ഇത് കേൾക്കുമ്പോൾ ഭാര്യ പറയും, എല്ലാവരെയും പോലെ നിന്റെ അച്ഛന് പാരന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, അദ്ദേഹം കഷ്ടപ്പെട്ടാ വളർന്നു, എന്നാലും പോരാടി വളർന്ന് ഇപ്പൊ ഒരു നല്ല നിലയിലെത്തിയില്ലേ, അച്ഛനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇത് കേൾക്കുമ്പോൾ മൂത്ത മോൻ ചോദിക്കും, എന്നാ പിന്നെ നിങ്ങൾക്കും മക്കളെ ദത്തെടുത്ത് വളർത്തായിരുന്നില്ലേ, എന്തിനാ പ്രസവിക്കാൻ നിന്നത്? ഇത് കേട്ട് അച്ഛൻ പറയാണ്, ഇപ്പോഴാണ് യഥാർത്ഥ സമയം, ഇവർക്കെല്ലാം പ്രായമായില്ലേ, നമ്മൾ ഇനി സത്യം തുറന്നു പറയണം. പിള്ളേര് പെട്ടെന്ന് കൺഫ്യൂസ് ആവും, എന്ത് സത്യം, എന്താ നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്? അപ്പൊ അമ്മ, ആക്ച്വലി നിങ്ങളെ ഞങ്ങൾ പ്രസവിച്ചിട്ടില്ല, നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ദത്തെടുക്കുക ചെയ്ത്, ദത്തുകുട്ടികളെ വളർത്തണമെന്ന് ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ മൂത്ത 2 പേരും ചിരിക്കും, കാരണം അവർക്കറിയാം അവർ ദത്ത് പിള്ളേരല്ലെന്ന്. എന്നാൽ കുഞ്ഞു പയ്യന്റെ മുഖം വാടിപ്പോവുക. അവനറിയില്ലല്ലോ, അവൻ ഓർമ്മയുള്ളപ്പോഴാണ് ഇവരെ കാണാൻ തുടങ്ങിയത്. ഇനിയിപ്പോൾ ഒറിജിനലി ദത്തെടുത്താണെങ്കിലോ കുഞ്ഞു ചെറുക്കനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചേച്ചിമോള് പറയും, ഓ അപ്പൊ നിങ്ങൾ ഞങ്ങളെ ഓർഫനേജിലേക്ക് തിരിച്ചു കൊണ്ടുപോയി വിടാൻ പോവാണോ, ഇനി ഞങ്ങൾ അവിടെയാണോ വളരാൻ പോകുന്നത്? ഇതും പറഞ്ഞ ഒരു കുഞ്ഞുമോന്റെ മുഖത്ത് നോക്കുമ്പോൾ അവനാകെ വാടി വിഷമിച്ചിരിക്കുക. പെട്ടെന്ന് ഇവരെല്ലാവരും പൊട്ടിച്ചിരിക്കും, ഞങ്ങൾ നിന്നെ കളിപ്പിക്കുകയായിരുന്നു എന്ന് പറയും. എന്നാൽ കുഞ്ഞു പയ്യനാണെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല, എന്നെ ദത്തെടുത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല, എനിക്കത് ഓക്കെയാണ്, ഞാൻ എവിടെയാണെങ്കിലും വളരുമെന്ന് അവൻ പറയും. അപ്പൊ ചേച്ചി പെണ്ണ്, നിന്നെ മാത്രമേ ദത്തെടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് നീ കാണാൻ കുറച്ച് കറുത്തിരിക്കണേന്ന് പറയും. അമ്മ ഇത് കേട്ടതും, ആരാടി എന്റെ മോനെ കളിയാക്കുന്നു, എന്റെ 3 പിള്ളേരിലും ഏറ്റവും സുന്ദരൻ എന്റെ കുഞ്ഞു പയ്യൻ തന്നെയാണ്. ഇങ്ങനെ കാറിനകത്ത് കുടുംബം തമ്മിൽ കുഞ്ഞു കുഞ്ഞു അടിയും വഴക്കും സ്നേഹമായിട്ട് ഇവർ മുന്നോട്ട് പോവുക. പെട്ടെന്ന് അച്ഛന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധ മാറുമ്പോൾ ഇവരെ വണ്ടി പിടവെന്ന് എന്തിനെയോ ഇടിച്ചു തെറിപ്പിക്കും. എന്താന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ഉടനെ ഹീറോ കാറ് സൈഡാക്കി നിർത്തി മോനെയും വിളിച്ച് അവരെന്തിനെയാണ് ഇടിച്ചെന്ന് പരിശോധിക്കുക. ഇതൊരു വൈകുന്നേര സമയമാണ്. നോക്കുമ്പോണ്ട് റോഡിനരികിൽ ഒരു മാൻ ചത്ത് കിടക്കുന്നു. മാനിനെ ആയിരിക്കും ഇടിച്ചിട്ടുണ്ടാവാന്നാണ് ഇവർ വിചാരിക്കുക. എന്നാൽ ആ മാനിനെ കാണുമ്പോൾ ഒരു 4 ദിവസത്തെ പഴക്കമുണ്ട്. അത് നമുക്ക് മനസ്സിലാകും, ഈ ഡാഡിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളിക്കാരൻ അറിയാതെ പറ്റിയതല്ലേ, നമുക്ക് എന്തായാലും പോകാം, അതതിന്റെ വിധിയാണെന്നും പറഞ്ഞ് കാർ എടുത്തോണ്ട് പോകും. എന്നാൽ ഹീറോ ശ്രദ്ധിക്കാതെ വിട്ടൊരു സംഭവമുണ്ട്. അങ്ങേര് ശരിക്കും ഇടിച്ചത് ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടി ഇവരെ കണ്ണീപ്പെടാത്തൊരു സ്ഥലത്ത് ജീവന് വേണ്ടി പിടഞ്ഞു കിടപ്പുണ്ടാവും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ കാറ് നേരെ വലിയൊരു വീടിന് മുന്നിലേക്ക് ചെന്ന് നിൽക്കുന്നു. അതാണ് ഹീറോ വളർന്ന ഓർഫനേജ്. ആ ഓർഫനേജിൽ ഹീറോയുടെ കൂടെ തന്നെ വളർന്ന ഒരു കൂട്ടുകാരനും ഉണ്ടാവും. അയാൾ ഇപ്പോഴും ആ ഓർഫനേജിൽ തന്നെയാണ്, ഒരു പാവം മനുഷ്യൻ. ഇപ്പൊ അവിടുത്തെ ജോലിക്കാരനാണ്, പേര് മാമൻ എന്നാണ്. ഹീറോ മാമനെ തന്റെ കുടുംബത്തിന് പരിചയപ്പെടുത്തുന്നു. അത് കഴിയുമ്പോൾ സിതി എന്ന് പറഞ്ഞ ഒരു പെണ്ണ് കൂടെ വരുന്നുണ്ട്. ഇത് മാമന്റെ ഭാര്യയാണ്. സിതിയും വളർന്നത് ഇതേ ഓർഫനേജിലായിരുന്നു. ഇവര് 2 പേരും കുറച്ചു നാളെ ആയിട്ടുള്ളൂ കല്യാണം കഴിച്ചിട്ട്. സിതിയും ഹീറോയുടെ കുടുംബത്തിന് പരിചയപ്പെടും. ഈ സമയത്താണ് മറ്റൊരു ബെൻസ് കാർ അങ്ങോട്ട് വരുന്നത്. അതിൽ ഹീറോയുടെ മറ്റ് 2 കൂട്ടുകാരും അവരുടെ ഭാര്യമാരും ഉണ്ടാവും. ആ കൂട്ടുകാരും ഇതേ ഓർഫനേജിലാണ് വളർന്നത്. എല്ലാവരും പരസ്പരം കണ്ടുമുട്ടുന്നു, സംസാരിക്കുന്നു. കുട്ടികൾക്ക് നേരത്തെ ആ മാമന്മാരെയും അവരുടെ ഭാര്യമാരെയും അറിയാം. ഇവരൊക്കെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണല്ലോ. എന്നാൽ ഈ ഓർഫനേജ് വിട്ടു പോയി കഴിഞ്ഞ് ഇപ്പോഴാണ് ഇവർ തിരിച്ചു വരുന്നത്. ഈ 3 പേരും ഒരുപാട് നാളായി. ഹീറോ വീടിനകത്ത് കയറിയിട്ട് മാമനോട് ഇവിടുത്തെ ബാക്കിയുള്ള കുട്ടികളൊക്കെ എവിടെയെന്ന് ചോദിക്കും. മാമൻ പറയും, 2 പേരിപ്പോൾ ഇവിടെയുണ്ട്, ബാക്കിയുള്ള ചെറിയ കുട്ടികളെല്ലാം തന്നെ ഒരു ട്രിപ്പ് പോയിരിക്കുക, ഇന്ന് രാത്രി
രാത്രി അവർ തിരിച്ചു വരും. ഇതൊക്കെ പറയുമ്പോഴും മാമൻ ഹീറോയെ സാർ എന്നാണ് വിളിക്കുക. ഹീറോ വലിയ നിലയിലായല്ലോ, മാമൻ ഇപ്പോഴും അവിടുത്തെ ജോലിക്കാരനായിട്ട് നിൽക്കല്ലേ. അതുകൊണ്ട് ഹീറോ പറയും, എന്നെ സാറെന്ന് വിളിക്കരുത്, നിന്റെ ചെറുപ്പത്തിലെ കൂട്ടുകാരനാ ഞാൻ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുതെന്നും പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കുന്നു. അത് കഴിയുമ്പോൾ ഇതേ ഓർഫനേജിൽ വളരുന്ന മറ്റ് 2 കുറച്ച് വലിയ കുട്ടികളുണ്ട്. അവരും കൂടെ വന്ന് ഇവരെ പരിചയപ്പെടുന്നു. അങ്ങനെ ആകെ മൊത്തം ഒരുപാട് പേരായി. ഇപ്പോൾ അവിടുന്ന് ഹീറോ തന്റെ 2 കൂട്ടുകാരെയും വിളിച്ച് ഇവരെ വളർത്തിയ ബണ്ടിറ്റ് എന്ന ആ ഓർഫനേജിന്റെ മുതലാളിയെ ചെന്ന് കാണുന്നു. പുള്ളിക്കാരൻ കിടപ്പില, സംസാരിക്കാനൊന്നും കഴിയുന്നില്ല, കുറച്ച് നാളുകൾക്കുള്ളിൽ മരണപ്പെടുന്ന അവസ്ഥയിലാണ്. ഇവരാ ഗാർഡിയൻ ഡാഡിനെ കാണുന്ന സമയത്ത് ഇവരെ ഭാര്യമാര് പുറത്തിരിപ്പുണ്ടാവും. അപ്പൊ അതിലൊരു കൂട്ടുകാരന്റെ ഭാര്യ ഹനീഫ് ഒരിക്കൽ പോലും പണ്ഡിറ്റിനെ കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടില്ല, ഈ ഓർഫനേജിനെ പറ്റിയും എന്നോട് സംസാരിച്ചിട്ടില്ല, ഇപ്പൊ നേരിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുമായിരുന്നു, അതെന്താ അങ്ങനെ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞില്ല എന്ന് പറയും. എന്നാൽ ഹീറോയുടെ ഭാര്യ ആവട്ടെ അവൻ പറയാൻ വിട്ടുപോയതായിരിക്കാം, ബിസി ആയതുകൊണ്ടായിരിക്കാം, എന്നോട് എന്റെ ഭർത്താവ് ഈ ഓർഫനേജിനെ കുറിച്ച് എപ്പോഴും പറയുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് സിറ്റി വന്ന് ഇവർക്ക് കഴിക്കാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒപ്പം ഒരു കത്തിയും ടേബിളിൽ വയ്ക്കും. അത് കഴിയുമ്പോൾ ഈ ഭാര്യമാരും കൂടെ ഭർത്താക്കന്മാരോടൊപ്പം ചെന്ന് മിസ്റ്റർ ബണ്ടിറ്റിനെ കാണുന്നു. അങ്ങേരെ മുഖവും രൂപവും എക്സ്പ്രഷനും ഒക്കെ കാണുമ്പോൾ പുള്ളിക്കാരൻ എന്തിനെയോ കണ്ട് പേടിച്ച അവസ്ഥയിലാണ്. എന്താണെന്ന് മനസ്സിലാവില്ല. സമയം ഇങ്ങനെ പോകുന്നു, നേരം ഇരുട്ടായി, ഇനി ഭക്ഷണം കഴിച്ച് കിടക്കണം. ആ ഓർഫനേജിൽ താമസിക്കുന്ന 2 കുട്ടികളില്ലേ, ആ 2 കുട്ടികൾ നമ്മുടെ ഹീറോയുടെ മക്കൾക്ക് അവർക്ക് വേണ്ട മുറി കാണിച്ചു കൊടുക്കും. ഈ സമയത്ത് ആ വീട്ടിൽ പൂട്ടി വെച്ചൊരു മുറിയുണ്ട്. അത് കണ്ടിട്ട് മോള് ചോദിക്കുകയാണ്, അത് ആരുടെ മുറിയാണ്, അവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? ഈ പയ്യൻ പറയും, ഇല്ല, അത് അടച്ചിട്ടിട്ട് ഒരുപാട് നാളായി, ഇതുവരെ തുറന്നിട്ടില്ല, ഞങ്ങൾ ആരും അങ്ങോട്ട് പോകാറില്ലെന്ന്. ഇതും പറഞ്ഞ പയ്യൻ മുറി തുറന്ന് നമ്മുടെ കുട്ടികൾക്ക് അവിടെ കിടക്കാനുള്ള ബെഡും കാര്യങ്ങളും കാണിച്ചു കൊടുക്കുന്നു. ഈ നേരത്ത് കുഞ്ഞു പയ്യൻ മറ്റേ ചെറുക്കൻ ആ മുറിയെക്കുറിച്ച് പറഞ്ഞത് കേട്ട് ഇവൻ ആ മുറി പരിശോധിക്കാൻ വേണ്ടി മെല്ലെ അതിന്റെ അടുത്തേക്ക് പോവാണ്. പെട്ടെന്ന് പുറകിന്നൊരു ശബ്ദം കേൾക്കും, ആ മുറി തുറന്നിട്ട് 20 വർഷങ്ങളായി, നീ അത് തുറക്കാൻ ശ്രമിക്കുകയാണോ? ഇത് കേട്ട കുഞ്ഞു പയ്യൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന പെണ്ണില്ലേ, പെൺകുട്ടി, അവളാണത്. ഈ മുറിക്കകത്ത് എന്താണെന്ന് കുഞ്ഞു പയ്യൻ ചോദിക്കും. അപ്പൊ ആ പെൺകുട്ടി പറയും, ഇവിടെ മിറ എന്ന് പേരുള്ള ഒരു ആയ ജോലി ചെയ്തിരുന്നു. ഒരു ദിവസം ആ മിറ മുർണി എന്ന പെൺകുട്ടിയുമായി ഈ ഓർഫനേജിൽ നിന്ന് ഓടിപ്പോയി. കുറെ സമയം കഴിഞ്ഞ് അവർ തിരിച്ചു വന്നു. എന്നാൽ അവരുടെ അടുത്ത് മുർണി ഉണ്ടായിരുന്നില്ല. ചോദിച്ചപ്പോ മുർണിയെ പ്രേതം പിടിച്ചിട്ട് പോയി എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഈ മിറ എന്ന് പറഞ്ഞ ലേഡിക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ അവർ പെരുമാറാൻ തുടങ്ങി. ഒച്ച വെക്കാനും ആൾക്കാരെ ഉപദ്രവിക്കാനും തുടങ്ങി. അതുകൊണ്ട് ഓർഫനേജിലുള്ള ആൾക്കാര് അവരെ പിടിച്ച് ഈ മുറിക്കകത്ത് പൂട്ടിയിട്ടു. കുറെ സമയം കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോ അവര് വാതിലി തലയിടിച്ച് തല പൊട്ടി മരിക്കുകയാണ് ചെയ്തത്. പിന്നെന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇത് കേട്ട കുഞ്ഞു പയ്യൻ പേടിച്ചിട്ട് ചോദിക്കും, അപ്പൊ മുർണി എന്ന് പറഞ്ഞ പെൺകുട്ടി എവിടെ, അവളെ തിരിച്ചു കിട്ടിയോന്ന്? അപ്പൊ ആ വീട്ടിലെ പെണ്ണ് പറയും, ഇല്ല, അവൾ ഇന്ന് വരെ തിരിച്ചു കിട്ടിയിട്ടില്ല, അവൾ എങ്ങോട്ടാ പോയതെന്ന് ആർക്കും അറിയില്ല. ഈ കഥ കേട്ട് നീ പേടിച്ചോ, എന്നാൽ ഈ മുറിയുടെ അടുത്തേക്ക് വരണ്ട, തിരിച്ചു പോയിക്കോ, എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ടെന്നും പറഞ്ഞ് വീട്ടിലെ കുട്ടി അടുക്കളയിലേക്ക് പോകും. അത് കഴിയുമ്പോൾ പിള്ളേരെല്ലാം ഹാളിലേക്ക് വന്ന് അങ്കിൾമാരുടെ കൂടെ ഇരുന്ന് ഇവരെ പഴയ ഫോട്ടോ ആൽബം കണ്ടുകൊണ്ടിരിക്കുക. ഇവരെ ഓർഫനേജിൽ വളർന്ന സമയത്തുള്ള ഫോട്ടോ ആൽബം. ഹീറോയുടെ കൂട്ടുകാരനായ ഒരു അങ്കിൾ അവരെ പഴയ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. ഹീറോ ആയിരുന്നു അത്രേ ഏറ്റവും ഭംഗിയുള്ള കുട്ടി. ഹീറോയെ ദത്തെടുക്കാൻ പലരും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ താഴെയുള്ള ചെറുപ്രായമുള്ള അനിയന്മാരെ അനിയത്തിമാരെ നോക്കാൻ വേണ്ടി ഹീറോ ഒരുപാട് കാലം ഈ ഓർഫനേജിൽ തന്നെയാണ് കഴിഞ്ഞത്. പിന്നീട് കുറച്ച് വളർന്നപ്പോഴാണ് ഒരു ഫാമിലിയുടെ സഹായം കൊണ്ട് പുറത്തുപോയി പഠിക്കാനും നല്ല രീതിയിൽ വളരാനും കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് സ്പോൺസർ കിട്ടി അവരിവിടുന്ന് പോയിട്ടുണ്ട്. ഇത് കേട്ട കുഞ്ഞുപയ്യൻ ചോദിക്കും, അങ്ങനെ പോകാത്ത ആരെങ്കിലും ഉണ്ടോ, സ്പോൺസേഴ്സ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന്. അങ്ങനെ കിട്ടാത്തതായിട്ട് 2 പേരേ ഉള്ളൂ, മാമനും സിദ്ധിയുമാണ്. അവര് ചെറുപ്പം മുതലേ ഇവിടെ തന്നെയാണ്, അവരെ ആരും ടേക്ക് ഓവർ ചെയ്തില്ല. ഇത് കേൾക്കുന്ന മാമനും സിദ്ധിക്കും കുറച്ച് വിഷമാവുന്നുണ്ട്. അവരെന്തായാലും അവിടെ നിന്ന് മാറിപ്പോ. ഈ സമയത്ത് കുഞ്ഞുപയ്യൻ അവന് ടേബിളിനടിയിൽ നിന്നും മറ്റൊരു ആൽബം കിട്ടുന്നു. അവനത് തുറന്നു നോക്കിയിട്ട് അങ്കിളിനോട് പറയും, അങ്കിളെ, ഈ ആൽബത്തിലെ ഫോട്ടോസ് ഒന്നും കാണുന്നില്ലല്ലോ, എല്ലാം തിരിച്ചു വെച്ചിരിക്കുക, അതെന്താ, ഇതിനെന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പൊ അങ്കിൾ ആ ആൽബം വാങ്ങിയിട്ട് അതിലൊരു ഫോട്ടോ എടുത്ത് തുറന്നു നോക്കുന്നുണ്ട്, ഒരു സ്ത്രീയും ഒരു പെൺകുട്ടിയും. ഇതാരാന്ന് കുഞ്ഞുപയ്യൻ ചോദിക്കും. അപ്പൊ അങ്കിള് പറയും, ഇത് മിറയും പിന്നെ ആ പെൺകുട്ടി മുർണിയുമാണെന്ന്. അത് കേട്ട ഉടനെ കുഞ്ഞുപയ്യൻ, ആ ഡോറി ഇടിച്ച് മരിച്ച പെണ്ണാണോ, കാണാതെ പോയ മിറയാണോ അത്? റാണിയാണ് എന്നോട് അങ്ങനെ പറഞ്ഞത്, അവരാ മുറി പൂട്ടിയിട്ട് കൊന്നാണത്രേ. ഇത് കേൾക്കുമ്പോ അങ്കിള് പറയും, അങ്ങനെയൊന്നും അല്ല, അവൾ ഓരോ കഥകള് നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന. മിറ ആന്റിക്ക് സുഖമില്ലാതായി, അവര് വയ്യാതെ മരിച്ചു പോയതാ, അല്ലാതെ ഈ പറയുന്ന പോലെ കഥയൊന്നുമില്ല. മുർണി ഞങ്ങളുടെ കൂട്ടുകാരിയായിരുന്നു, എന്നാൽ മുർണി മാത്രം ഇപ്പോഴും മിസ്സിംഗ് ആണ്, അവൾ എങ്ങോട്ടാണ് പോയെന്നറിയില്ല. ഈ കഥ കേട്ട ഹീറോയോട് തനിച്ച് ചോദിക്കും, മിറയുടെയും മുർണിയുടെയും ശരിക്കുള്ള കഥ എന്താന്ന്. ഹീറോ പറയും, മിറ ആന്റിക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു, അവരൊരു പ്രാന്തിയെ പോലെ പെരുമാറാൻ തുടങ്ങി, അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള കുട്ടിയായിരുന്നു മുർണി. പെട്ടെന്നൊരു ദിവസം മുർണി ഓർഫനേജിൽ നിന്ന് ഓടിപ്പോയി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്നറിയില്ല. അത് കഴിഞ്ഞിട്ടാണ് അവർ പ്രാന്തിയെ പോലെ പെരുമാറാൻ തുടങ്ങിയത്. ആ സമയത്ത് ഓരോ വർഷവും ഓരോ കുട്ടികൾ ഈ ഓർഫനേജിൽ നിന്ന് ഓടിപ്പോവുമായിരുന്നു. അതും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് വിട്ടേക്ക്, അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പൊ സംസാരിക്കണ്ട, നമുക്ക് പോയി കഴിക്കാന്ന് പറഞ്ഞ് ഹീറോ ഭാര്യയെ ഡൈനിങ് ഹാളിലാക്കിയിട്ട് അവരെ കാറിൽ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങൾ കൂട്ടുകാരനൊപ്പം എടുക്കാൻ ചെല്ലും.
ഒരു മസിലൻ കൂട്ടുകാരനുണ്ട് കൂടെ. അവൻ ഹീറോയോട് പറയും, ബണ്ടിറ്റിന്റെ അവസ്ഥ മോശമാണ്, അങ്ങേരെ എപ്പോൾ വേണമെങ്കിലും മരണപ്പെടാം. അത് കഴിയുമ്പോൾ ഈ ഓർഫനേജിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇത് ആരാണ് നോക്കി നടത്തുക? ആരോരുമില്ലാത്ത അവസ്ഥയാവില്ലേ? നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അവൻ ചോദിക്കും. ഹീറോ പറയും, നമുക്ക് സഹായിക്കാം, നമുക്കിത് ടേക്ക് ഓവർ ചെയ്യാം, ഇവിടുത്തെ കുട്ടികളെ അനാഥരാക്കരുത്, നമ്മൾ തന്നെ വേണം അതൊക്കെ ചെയ്തു കൊടുക്കാൻ എന്ന് പറയും. അത് കഴിഞ്ഞ് സാധനങ്ങൾ എടുത്ത് ഇറങ്ങുമ്പോഴാണ് ഹീറോ കാറിൽ പറ്റിയിരിക്കുന്ന രക്തക്കറ കാണുക. ആ രക്തക്കറയ്ക്ക് അടുത്ത് പോയി നോക്കുമ്പോൾ അതിലൊരു തുണി കുടുങ്ങി കിടക്കുന്നതായിട്ട് കാണും. അതേപോലെ കാറ് ബെൻഡായിരിക്കുന്ന സ്ഥലത്ത് മനുഷ്യന്റെ മുടിയും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. സോ ഹീറോയ്ക്ക് മനസ്സിലായി താൻ മാനിനെ അല്ല ഇടിച്ചിട്ടുള്ളത്, ഒരു മനുഷ്യനെ തന്നെയാണ്. ഹീറോ ഉടനെ ആ മസിലിനെ വണ്ടി കയറാൻ പറഞ്ഞിട്ട് നമുക്കൊരു സ്ഥലം വരെ പോണം, പെട്ടെന്ന് പോണം, അർജന്റ് ആണെന്ന് പറയും. എന്താന്ന് കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ, ഞാൻ വരുന്ന വഴി എന്തിനെ ഒന്ന് ഇടിച്ചു, അതെന്താണെന്നറിയില്ല, ഒന്ന് കൺഫേം ചെയ്യാന്ന് പറഞ്ഞ് ഇവരെ ഇടിച്ച സ്ഥലത്തേക്ക് എത്തുന്നു. നോക്കുമ്പോൾ മാൻ അവിടെ കിടപ്പുണ്ട്. പിന്നെ എന്തിനെ ഇടിച്ചെന്നറിയില്ല. അപ്പോഴാണ് കൂട്ടുകാരൻ വിളിക്കുക, അവൻ എന്തിനെയോ കണ്ടിട്ടുണ്ട്. നോക്കുമ്പോൾ റോഡിന്റെ സൈഡിലായി കാണാത്ത ഭാഗത്ത് ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നു. അവൾക്ക് അനക്കൂല്ല, ശ്വാസം വിടുന്നില്ല. അയ്യോ ഇപ്പൊ എന്ത് ചെയ്യും, ഞാൻ അറിയാതെ ഇടിച്ചതാ, എനിക്ക് എന്താ ചെയ്യേണ്ടെന്നറിയില്ല, നമുക്ക് ഇവൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണോ അതോ പോലീസിനെ വിളിക്കണോ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഹീറോ ടെൻഷനായി നിൽക്കുമ്പോഴാണ് ഇതേ സ്ഥലത്ത് കരിമ്പുകാട്ടിനുള്ളിൽ ഒരു ബസ് നിൽക്കുന്ന ഹീറോ കാണാം. ആ ബസ് കൺട്രോൾ വിട്ട് കരിമ്പുകാട്ടിലേക്ക് ഇടിച്ച് കയറിയതായിട്ടാണ് തോന്നുക. ആ ബസ് എങ്ങനെ അവിടെ വന്നു എന്നറിയില്ല. എന്തായാലും ഹീറോ മെല്ലെ ചെന്ന് ആ ബസ്സിനകത്ത് കയറി നോക്കുന്നു. അതിനകത്ത് കാഴ്ച കണ്ട് അവൻ ഞെട്ടിത്തരിച്ച് വിറച്ചു പോകും. അതിനകത്തുണ്ടായിരുന്ന എല്ലാ കുട്ടികളും മരിച്ചു കിടക്കുക, മരിച്ച് പുഴുവരിച്ച് കിടക്കുക. അവൻ ഉടനെ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞ്, രണ്ടുപേരും ഇത് കണ്ട് ഞെട്ടിയിട്ട് നമുക്കിപ്പോൾ എന്താ ചെയ്യേണ്ടേ, എങ്ങനെയെങ്കിലും പോലീസിനെ വിളിക്കണമല്ലോ, ഇതെല്ലാവരും അറിയിക്കണമല്ലോ, നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിക്കും. പോലീസ് സ്റ്റേഷനാണെങ്കിൽ ഇവിടുന്ന് 2 മണിക്കൂർ ഡ്രൈവ് ചെയ്താലേ എത്തുള്ളൂ, അത്രയും സമയമില്ല. മൊബൈൽ ഫോണിനാണെങ്കിൽ റേഞ്ചും ഇല്ല, ഏതോ ഒരു കുഗ്രാമം അത്. ഇനിയിപ്പോൾ ഓർഫനേജിലേക്ക് തിരിഞ്ഞു പോവുകയാണെങ്കിൽ അവിടെ ലാൻഡ് ലൈൻ ഉണ്ട്, അതിൽ നിന്ന് വിളിച്ച് പോലീസിനെ വിവരം അറിയിക്കാം, അവരെത്രയും പെട്ടെന്ന് എത്തുമല്ലോ, നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞ് ഹീറോയും കൂട്ടുകാരനും ആ പെൺകുട്ടിയുടെ ബോഡിയും കാറി കയറ്റി ഓർഫനേജിലേക്ക് തിരിച്ചു വരാം. എന്നാൽ ഓർഫനേജിലെ ഫോൺ കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അവിടുത്തെ കണക്ഷൻ കട്ടാണെന്ന് മാമൻ പറയും. ഈ സമയത്ത് എല്ലാവരും അവിടെ കഴിച്ചുകൊണ്ടിരിക്കുക. ഈ മസിലിന്റെ ഭാര്യയ്ക്ക് മാത്രം താൻ തടി കൂടുതലാണ്, സൗന്ദര്യം കുറവാണ് എന്നൊക്കെയുള്ള ഒരു കോംപ്ലക്സ് ഉണ്ട്. അത് അവൾക്കൊരു മാനസിക പ്രശ്നം പോലെ മനസ്സിനകത്തുള്ളതാണ്. അവളെ ഭർത്താവ് ഇഷ്ടപ്പെടുന്നില്ല, അവൾക്ക് തടിയുള്ളത് കൊണ്ടാണ് എന്നൊക്കെയുള്ള വിചാരമുണ്ട് അവൾക്ക്. എന്നാൽ യഥാർത്ഥത്തിൽ അവൾ മെലിഞ്ഞാണ് ഇരിക്കുന്നത്. എന്നിട്ടും എന്തിനാ ഡയറ്റ് എടുക്കണമെന്ന് ചോദിക്കും കൂട്ടുകാർ. അവളൊന്നും മിണ്ടില്ല. ഈ സമയത്ത് കുഞ്ഞു പയ്യൻ ആ റാണി പെണ്ണ്, അതായത് ആ വീട്ടിലെ പെണ്ണിനോട്, ഞാൻ മിറയുടെ ഫോട്ടോ കണ്ടു ആൽബത്തിനകത്ത്, അതിൽ മൂണി ഉണ്ടായിരുന്നു, നീ പറഞ്ഞ കഥ നുണയാണെന്നാണ് മാമൻ പറഞ്ഞ്, നീ എന്തിനാടി എന്നെ പറ്റിക്കാൻ നോക്കിയെന്ന് അവൻ ചോദിക്കും. അപ്പൊ റാണി പറയും, ഞാൻ പറ്റിച്ചിട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞ സത്യ, വേണമെങ്കിൽ നിനക്കൊരു വീഡിയോ ഉണ്ട്, ഞാനത് കാണിക്കാം, ഭക്ഷണം കഴിച്ചിട്ട് കാണിക്കാന്ന് അവൾ പറയും. ഈ നേരത്ത് കിച്ചണിൽ മാമൻ സിത്തിയോട് പറയാണ്, അവര് നമ്മളെക്കാളും പണമുള്ളവരായിട്ടും ഒരുപാട് സൗകര്യത്തോടെ ടൗണിൽ ജീവിക്കുന്നു എന്നൊന്നും വിചാരിച്ച് നീ അസൂയപ്പെടണ്ട, അവരൊക്കെ ശരിക്കും സന്തോഷത്തിലാണോന്ന് പോലും നമുക്കറിയില്ല, അതുകൊണ്ട് അത് കണ്ട് വിഷമിക്കണ്ടെന്ന് പറയും. ഇത് കേട്ട സിത്തി, എനിക്ക് അവരോട് അസൂയൊന്നുമില്ല, എനിക്കൊരു സംശയമാണ് ഇപ്പൊ തോന്നണത്, കാരണം അവരെല്ലാം ഇവിടെ വിട്ട് പോയി, നീ മാത്രം ഇവിടെ വിട്ട് പോയില്ല, നീ എനിക്ക് വേണ്ടി ഇവിടെ തന്നെ താമസിച്ചാണോ, സത്യം പറയും. ഇത് കേട്ട മാമൻ പറയും, സത്യം പറഞ്ഞാൽ എന്നെയും നിന്നെയും ഇവിടുന്ന് കൊണ്ടുപോകാൻ ആരും ഉണ്ടായിരുന്നില്ല, അതേപോലെ എന്നെ കെട്ടാനും നിന്നെ കെട്ടാനും ആരും തയ്യാറില്ല, അപ്പൊ പിന്നെ നമുക്ക് ഒരുമിച്ച് ജീവിച്ചാൽ എന്താ, അതാണ് ഞാൻ എടുത്ത തീരുമാനം എന്ന് പറയും. ഈ സമയത്ത് കുഞ്ഞു പയ്യൻ കുറച്ച് വെള്ളം ചോദിച്ചിട്ട് അടുക്കളയിൽ വരുന്നുണ്ട്. അവൻ വെള്ളം കുടിച്ചിട്ട് പറയും, ഞാൻ എല്ലാവരോടും ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല, എനിക്കിപ്പോൾ ഒരു ചോദ്യമുണ്ട്, ചോദിച്ചോട്ടെ എന്ന്. മാമൻ ചോദിച്ചോന്ന് പറയും. അപ്പൊ കുഞ്ഞൂട്ടൻ സിത്തിയോട്, സോറി ആന്റി, എനിക്ക് ആദ്യം മുതലൊരു സംശയമുണ്ട്, നിങ്ങളെ മുഖത്തിന് എന്താ പറ്റിയത്, കണ്ണെന്താ ചുവന്നിരിക്കുന്നത്, എനിക്കത് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് കേട്ട സിത്തി ചിരിച്ചിട്ട് പറയും, ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തിളച്ച വെള്ളം കയ്യിലെടുത്തുകൊണ്ട് പോവായിരുന്നു, ബാത്റൂമിൽ വെച്ച് കാൽവഴുതി വീണപ്പോൾ ആ വെള്ളം എന്റെ മുഖത്തേക്ക് തെറിച്ചു, അങ്ങനെയാണ് എനിക്കിത് സംഭവിച്ചത്, ഇപ്പം മോന്റെ സംശയം തീർന്നോ. ഇത് കേട്ട കുഞ്ഞുപയ്യൻ പറയും, ഇപ്പം എൻ്റെ എല്ലാ സംശയം തീർന്നു, എൻ്റെ ആന്റി ഒരുപാട് സുന്ദരിയാന്നും പറഞ്ഞ് ആന്റിക്ക് ഒരു മുത്തം കൊടുത്തിട്ട് അവൻ ഓടിപ്പോകും. ആ മുത്തം കിട്ടിക്കഴിഞ്ഞപ്പോൾ സിത്തി ചിരിക്കുന്നുണ്ട്. മാമൻ സിത്തിയോട് മെല്ലെ പറയും, അവനൊരു മുത്തം കിട്ടി, കുറെ നാളായിട്ട് എനിക്കൊരു മുത്തം കിട്ടിയിട്ടില്ല, ഒന്ന് കിട്ടുവാണെങ്കിൽ സന്തോഷമായിരുന്നു. അവരങ്ങനെ കൊഞ്ചിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ റാണി നമ്മുടെ കുഞ്ഞു പയ്യനെ വിളിച്ചുകൊണ്ട് വന്ന് ആ വീട്ടിലെടുക്കപ്പെട്ട പഴയൊരു വീഡിയോ ടിവിയിൽ ഇട്ട് കാണിച്ചു കൊടുക്കും. അതിൽ ഹീറോയുടെ ചെറുപ്പകാലവും ആ വീടുമാണ് കാണിച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഓടുന്ന സമയത്ത് റാണി കുഞ്ഞു പയ്യനോട് ചോദിക്കുന്നുണ്ട്, പാരന്റ്സ് ഉള്ളത് എങ്ങനെയാ, നല്ലതാണോ, എനിക്ക് ഉണ്ടായിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നതാണെന്ന്. കുഞ്ഞു പയ്യൻ പറയും, അത്ര നല്ലതൊന്നുമല്ല, ഇടയ്ക്കിടെ അവരെ ഇന്ന് ചീത്ത കേൾക്കണം, വലിയ തൊല്ലയാണ് ഈ അച്ഛനമ്മമാർ, എനിക്കത്ര ഇഷ്ടമൊന്നുമല്ല എന്ന് പറയും. അത് കേട്ട റാണി, എനിക്കിഷ്ടമാണ്, അവര് ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല, അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവുമല്ലോ. ഇതവര് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം വീഡിയോയില് മിറ എന്ന് പറഞ്ഞ ആയ സ്ത്രീ കാല് വളഞ്ഞതുകൊണ്ട് വേച്ച് വെച്ചാണ് നടന്നു വരുന്നത്. കുഞ്ഞുപയ്യൻ ചോദിക്കും,
ചോദിക്കും ഈ മീറ ആന്റിക്ക് എന്താ പറ്റിയെന്ന്. അപ്പൊ റാണി പറയും മീറ ആന്റി ചെറുതായിരുന്ന സമയത്ത് ഒരുപാട് കരയുന്നോണ്ട് മീറ ആന്റിയുടെ അച്ഛൻ 2 കാലുകളും തല്ലിയൊടിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇത് കേട്ട കുഞ്ഞൂട്ടൻ പറയും ഇതൊക്കെ കണ്ടിട്ടും നിനക്ക് ഡാഡി മമ്മി വേണം, നിന്റെ കാലം തല്ലിയൊടിച്ചിരുന്നെങ്കിൽ കാണായിരുന്നു, അനുഭവിച്ചാലേ നീ പഠിക്കുള്ളൂ. ഇതും പറഞ്ഞ് അവര് വീണ്ടും കുറച്ചു നേരം കൂടെ വീഡിയോ കാണുന്നുണ്ട്. അത് കഴിയുമ്പോൾ പെണ്ണ് വീഡിയോ ഓഫാക്കും. എന്തിനാ ഓഫാക്കിയെന്ന് ചോദിക്കുമ്പോൾ റാണി പറയാണ് കൂടുതൽ കണ്ട നീ രാത്രി പേടിക്കും, അതുകൊണ്ട് കാണണ്ട, നമുക്ക് രാവിലെ കാണാമെന്ന് പറഞ്ഞ് അവള് TV ഓഫ് ചെയ്തു. ഈ സമയത്ത് ഹീറോയും ചിമ്മൻ കൂട്ടുകാരനും തിരിച്ച് ഓർഫനേജിലേക്ക് എത്തി. അവരെ കണ്ട 3ാമത്തെ കൂട്ടുകാരൻ നിങ്ങളുടെ മുഖം എന്താടാ വിളറി വെളുത്തിരിക്കുന്നത്, എന്താ സംഭവിച്ചെന്ന് ചോദിക്കും. ഇവര് ആ 3ാമത്തെ കൂട്ടുകാരന് ഇവർക്ക് കിട്ടിയ പെൺകുട്ടിയുടെ ബോഡി കാണിച്ചു കൊടുക്കുന്നു. അവൻ പേടിച്ച് എന്താ പറ്റിയെന്ന് ചോദിക്കും. ഹീറോ പറയുകയാണ് ഒരു ആക്സിഡന്റ് ഉണ്ടായതാ, കരുതിക്കൂട്ടി ചെയ്തതല്ല, ആ കുട്ടിയുടെ അവസ്ഥ ഇപ്പൊ എനിക്കറിയില്ല, പക്ഷെ അത് മാത്രമല്ല ഞങ്ങളൊരു ബസ്സും കണ്ടിരുന്നു, ഈ ഓർഫനേജിൽ നിന്ന് പോയ ബസ്സാ അത്, അതിലെ കുട്ടികളെല്ലാം മരിച്ചു കിടക്കുന്നു, ഞങ്ങളത് കണ്ട് പേടിച്ചരണ്ട ഇങ്ങോട്ട് ഓടി വന്ന് എത്രയും പെട്ടെന്ന് പോലീസുകാരെ വിവരം അറിയിക്കണം, ഇവിടുത്തെ ഫോണിൽ വിളിച്ചാൽ മതി. ഇത് കേട്ട 3ാം കൂട്ടുകാരൻ പറയും ഇവിടുത്തെ ഫോൺ റിപ്പയർ ആയിട്ട് ഒരുപാട് നാളായി, നമുക്ക് ആരെയും വിളിക്കാൻ പറ്റില്ല, നേരിട്ട് സ്റ്റേഷനിൽ പോയാലേ ഇനി കാര്യമുള്ളൂ, പക്ഷെ നിങ്ങൾ പറയുന്നത് സത്യമാണോ? ഇത് കേട്ട ഹീറോ പറയും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാ, ആരെങ്കിലും ഇപ്പൊ സ്റ്റേഷനിൽ പോകണം, എനിക്ക് എന്റെ പിള്ളേരെയും ഭാര്യയും വിട്ട് വരാൻ പറ്റില്ല, അവര് പേടിക്കും, വേറെ ആരെങ്കിലും ഒരാൾ പോയിട്ട് വാ, ഇത് പോലീസുകാരോട് പറയും. ഇത് കേട്ട 3ാം കൂട്ടുകാരൻ പറയും നിങ്ങൾ ബേജാറാവണ്ട, ഞാൻ തന്നെ പോയി പറഞ്ഞോളാം, ആദ്യം ഈ സംഭവം സത്യമാണെന്ന് അറിയണമല്ലോ, ഇതെവിടെയാണ് സംഭവിച്ച് ഏതാണ് ലൊക്കേഷൻ എന്ന് ചോദിക്കുകയാണ് കൂട്ടുകാരൻ. ഹീറോ പറയും കിലോമീറ്റർ 81 കല്ല് നാട്ടിയിരിക്കുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്, എന്നാൽ ഞാൻ പോയത് നോക്കിയിട്ട് വരാം, എന്റെ കാറിൽ പോകാം, അതിനുള്ളിൽ ഈ പെൺകുട്ടിയുടെ കാര്യം നിങ്ങൾ മാനേജ് ചെയ്യുന്നു പറഞ്ഞ് 3ാം കൂട്ടുകാരൻ അവിടുന്ന് പുറപ്പെടും. ഈ സമയത്ത് വീടിനകത്തെ കുട്ടികൾ അവരാ വീടിനകത്ത് അടച്ചിട്ടിരിക്കുന്ന ഒരു പ്ലേ റൂമിലേക്ക് വരും. അവിടെ ഒരു പൂൾ ബാൾ ടേബിളൊക്കെ ഉണ്ട്. ഹീറോയുടെ മൂത്ത മോള് ചോദിക്കും ഇവിടെ ഒരുപാട് മുറികളുണ്ടല്ലോ, എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്, എന്താ നിങ്ങൾ തുറക്കില്ല എന്ന്. ഇത് കേട്ട റാണി പറയും ഇത് പണ്ട് കാലത്ത് ഒരു മെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു, അതുകൊണ്ടാണ് ഇത്ര മുറികൾ, ഇപ്പൊ ഞങ്ങൾ ഇതൊന്നും തുറക്കാറില്ല, കാരണം രാത്രി സമയങ്ങളിൽ ആരോ നടക്കുന്ന കാലൊച്ച ശബ്ദം കേൾക്കാം, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാറില്ല. ഇത് കേട്ട വീട്ടിലെ ചെക്കൻ പറയും അവൾ നുണ പറയാ, നിങ്ങൾ വിശ്വസിക്കണ്ട, കുട്ടികളില്ലാത്തോണ്ട് തുറക്കാത്താണ് ഞങ്ങളിത്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ 3ാം കൂട്ടുകാരൻ ആ 81 കിലോമീറ്റർ നാഴികക്കല്ലിന്റെ അടുത്തേക്ക് എത്തുന്നു. ഹീറോ പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ വേണ്ടി ഇയാൾ കരിമ്പുംകാട്ടിലൊക്കെ പരിശോധിച്ച് നടക്കുമ്പോൾ ആ നിർത്തിയിട്ടിരിക്കുന്ന ബസ് കാണും. ബസ്സിനകത്ത് കയറിയ ആള് കാണുന്ന കാഴ്ച കണ്ടാൽ നമ്മൾ ഞെട്ടും. നേരത്തെ മരിച്ചു കടന്നിരുന്ന എല്ലാ കുട്ടികളും ബസ്സിന് പുറകോട്ട് തിരിഞ്ഞു നിൽക്കുന്നു, അവർക്ക് അനക്കമില്ല. പൊടുന്നനെ ഈ ബസ്സിന്റെ ഡോർ അടയുന്നുണ്ട്. കൂട്ടുകാരൻ ഓടി വന്ന് ഡോർ തുറക്കാൻ നോക്കും, അവൻ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലായില്ല. അപ്പൊ കുറച്ചകലെയായി ഒരു സ്ത്രീ രൂപം നിൽക്കുന്നു, അതെന്താണെന്ന് തെളിഞ്ഞു കാണുന്നുമില്ല. ഇത് കണ്ട് പേടിച്ച ആള് തിരിച്ച് ബസ്സിനകത്തേക്ക് കയറുമ്പോൾ ആ കുട്ടികളെല്ലാം ഇവന് നേരെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇയാൾ അറിയാതെ താഴെ കിടക്കുന്ന ഒരു മുട്ടയെ ചവിട്ടും, ഒരു വലിയ മുട്ട. അത് പൊട്ടി അതിനകത്തുണ്ടായിരുന്ന ഒരുപാട് കീടങ്ങൾ അത് അയാളുടെ ശരീരം മുഴുവൻ അരിച്ചു കയറി അയാളുടെ കണ്ണിനകത്തേക്കും വായ്ക്കകത്തേക്കും ചെന്ന് അയാൾ ജീവനോടെ തിന്നാണ്. അങ്ങനെ 3ാം കൂട്ടുകാരന്റെ പണി തീർന്നു. ഈ സമയത്ത് വീടിനകത്തേക്ക് വന്ന ഹീറോ അപ്സെറ്റ് ആയിരിക്കുന്ന കണ്ടിട്ട് ഭാര്യ എന്തു പറ്റിയെന്ന് ചോദിക്കും. ആ നേരത്താണ് ഇവരെ ഡൈനിങ് ടേബിളിന്റെ മണ്ടയിലേക്ക് തല വെട്ടിയ ഒരു കോഴി ചത്ത് വീഴുന്നത്. അത് എവിടുന്നാണ് വന്നേന്ന് പോലും ഇവർക്കറിയില്ല. അവരത് കണ്ട് പേടിച്ച് നിൽക്കുമ്പോൾ ഇവിടെ മസിലന്റെ ഭാര്യ മുറിയിൽ വെച്ച് മസിലനെ കെട്ടിപ്പിടിക്കുന്നു. എന്തെങ്കിലും സംഭവിപ്പിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ മസിലൻ ടെൻഷനിലായതുകൊണ്ട് ഭാര്യ അടുപ്പിക്കില്ല. ഇവിടെ വെച്ച് വേണ്ട, ഇത് കുട്ടികളുടെ മുറിയാ, എല്ലാവരും ഉണ്ട്, നമുക്ക് വീട്ടിൽ പോയിട്ടാവാന്ന് മസിലൻ പറയും. എന്നാൽ ഭാര്യയ്ക്കാണെങ്കിൽ താൻ സുന്ദരി അല്ലാത്തതുകൊണ്ട് ഭർത്താവ് ഒഴിവാക്കുകയാണെന്നുള്ള വിചാരത്തിൽ ഞാൻ നടക്കാൻ പോവാണ്, ഞാൻ ഈ മുറി ഇരിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ, ഞാൻ ഇറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞ് അവള് മുറിയിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഈ സമയത്ത് ടേബിളിൽ വെച്ചിരിക്കുന്ന പഴങ്ങളും കത്തിയും കിടന്ന് അനങ്ങുന്ന ഇവള് കാണും. കാറ്റടിച്ചിട്ടാണോ എന്ന് ഇവൾക്ക് അറിയില്ല. എന്തായാലും കത്തി ഇവള് കയ്യിലെടുക്കുന്നു. നേരത്തെ കഴിക്കാത്തതുകൊണ്ട് ഒരു ആപ്പിള് കഴിക്കാന്ന് പറഞ്ഞ് ആപ്പിൾ എടുത്ത് വെട്ടി കഴിക്കുന്നുണ്ട്. കഴിച്ചു കഴിഞ്ഞ് കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ തനിക്ക് കുറച്ച് കുടവയറുള്ളതായിട്ട് അവൾ ഫീൽ ചെയ്യും. ശരീരത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചധികം ഇറച്ചിയുണ്ട്. ഈ നേരത്ത് നമ്മുടെ തേർഡ് ഫ്രണ്ടിന്റെ ഭാര്യയില്ലേ, അവളെ മുറിയിൽ ക്ഷീണിച്ച് കിടന്നുറങ്ങാം. പെട്ടെന്ന് അവളുടെ പുറത്തേക്ക് 3 പഴുതാര വീഴുന്നുണ്ട്. ഈ പഴുതാര അവളുടെ ശരീരത്തോട് അരിച്ചു കയറി വായ്ക്കകത്തൂടെ ചെന്ന് തൊണ്ടയിൽ കടിക്കാൻ തുടങ്ങും. അവൾക്ക് ശ്വാസം കിട്ടില്ല, കിടന്ന് പെടയാണ് പെണ്ണ്. ഈ നേരത്ത് മസിലന്റെ ഭാര്യ അവളുടെ ശരീരത്തെ എക്സ്ട്രാ ഉള്ള ആ ഇറച്ചിയൊക്കെ വെട്ടി മാറ്റിയാൽ താൻ സുന്ദരിയാവുമെന്ന് വിചാരിച്ചിട്ട് അവൾ വയറിലുള്ള കുറച്ച് കൊഴുപ്പ് വെട്ടി മാറ്റുന്നുണ്ട്. നോക്കുമ്പോൾ വയറ് ക്ലീനായി മെലിഞ്ഞിരിക്കുന്നു, കാണാൻ ഭംഗിയുള്ള വയറ്. അതേപോലെ അവൾക്ക് താടി ഭാഗത്ത് ഡബിൾ ചിഹ്നമുള്ളതായിട്ട് കുറച്ചധികം മാംസമുള്ളതായിട്ട് തോന്നി അവൾ അതും കൂടെ മുറിച്ചു കളയും. കണ്ണാടി നോക്കുമ്പോൾ നല്ല വൃത്തിയുണ്ട്, താൻ മെലിഞ്ഞ് സുന്ദരിയായിരിക്കുന്നു. എന്നാൽ അവളുടെ ശരിക്കുള്ള അവസ്ഥ വയറും കഴുത്തും അവൾ വെട്ടിമുറിച്ചിട്ടുണ്ട്. മസിലൻ മുറിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ഇത് കാണുക. അവൻ ഭാര്യയുടെ അവസ്ഥ കണ്ട് ഞെട്ടും. ലീന, നിനക്ക് എന്താണ് സംഭവിച്ചത്? കത്തി താഴെട്, നീ എന്ത് പരിപാടിയാണ് ഈ കാണിച്ചിരിക്കുന്നത്? അവൾ ചോദിക്കും, ഞാൻ ഇപ്പൊ നിനക്ക് സുന്ദരിയായിട്ട് തോന്നണില്ലേ? മസിലൻ പറയാണ്, നീ ശരിക്കും നോക്ക്, നിനക്ക് എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത്? നീ എന്തിനാണ് ഇതൊക്കെ വെട്ടിയത്? ഒരു സെക്കൻഡ് സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്ന പെണ്ണ് തന്റെ അവസ്ഥ കണ്ട് ബോധം കെട്ട് വീഴാണ്. അവൾ കനക്കൂല. കൂട്ടുകാരൻ കരഞ്ഞു നിലവിളിക്കും. ഹീറോയും ഭാര്യയും അവന്റെ അടുത്തേക്ക് ഓടി
വരുന്നു. എത്രയും പെട്ടെന്ന് ഇവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവര് വാരിയെടുത്ത് കൊണ്ടുപോവാ. ഈ സമയത്തായിരിക്കും മൂന്നാം കൂട്ടുകാരന്റെ ഭാര്യ. അവള് ഹാളിലേക്ക് വന്ന് കടന്ന് പെടയുന്നു. അവൾക്ക് എന്താ പറ്റിയെന്നറിയില്ല. എന്താ പറ്റിയത്? വാ തുറന്ന് പറയടി പറയടി എന്ന് പറഞ്ഞ് ഇവര് ചോദിക്കുകയാണ്. പെട്ടെന്ന് അവള് ചോര തൊപ്പി നിലത്തേക്ക് വീഴും. അവളുടെ വാക്കകത്തു നിന്നും കുറേയധികം പഴുതാരകൾ രക്തത്തോടൊപ്പം താഴേക്ക് വീണിട്ട് എഴഞ്ഞെഴഞ്ഞ് പോവാണ്. അവള് ശരീരമാസകലം ചൊറിയാൻ തുടങ്ങി. കയ്യിൽ കൂടെയൊക്കെ പഴുതാരകൾ എഴഞ്ഞെഴഞ്ഞ് നടക്കുന്നുണ്ട്. ഇവൾ ആ കൈഭാഗം പറിച്ചു മുറിച്ച് ആ പഴുതാരകളെ പുറത്തെടുക്കും. എന്നിട്ട് ബോധം കെട്ടി വീഴും. ഈ രണ്ടുപേരെയും പൊക്കിയെടുത്ത് എന്താ സംഭവിക്കണമെന്ന് പോലും അറിയാതെ കാറി കയറ്റി അവിടുന്ന് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകാൻ ഒരുങ്ങാണ്. അപ്പൊ ഹീറോയുടെ ഭാര്യ ചോദിക്കുന്നുണ്ട്, മക്കളുടെ കാര്യം എന്താ ചെയ്യാന്ന്? മാമനും സിത്തിയും വീട്ടിലുണ്ടല്ലോ, അവര് മക്കളെ നോക്കിക്കോളൂ എന്ന് ഹീറോ പറയും. ഈ സമയത്ത് ബോൾ ബോർഡിലെ മോളും ആ വീട്ടിലെ പയ്യനും കളിച്ചുകൊണ്ടിരിക്കുക. ബാക്കിയുള്ളവർ അവിടെ നിന്ന് പോയി. അപ്പോഴാണ് പെട്ടെന്ന് ഇവരെ പ്ലേ മുറിയിലേക്ക് ഒരു എലി വന്ന് കയറുന്നു. ഈ എലിയെ കണ്ട ചെക്കൻ എയർ ഗൺ എടുത്ത് ലൈറ്റ് ഓഫ് ചെയ്ത് ആ എലിയെ കൊല്ലാൻ വേണ്ടി നിൽക്കും. ഇരുട്ടായതുകൊണ്ട് ഹീറോയുടെ മോൾക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല. ഞാൻ ഇരുട്ട് മുറിയിൽ നിൽക്കില്ല, എനിക്ക് പേടിയാണ്, ഞാൻ പുറത്തേക്ക് പോവാണെന്ന് പറഞ്ഞ് അവൾ ഇറങ്ങി പോകുന്നു. നീ പോയിക്കോ, ഇതിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞ് ഈ ചെറുക്കൻ തോക്കുമായിട്ട് നിൽക്കാം. ഈ സമയത്ത് ഹീറോയും കൂട്ടുകാരും ഭാര്യമാരും കൂടെ കാറി ആശുപത്രിക്ക് പോവാണല്ലോ. ഇവരെത്ര വേഗത്തിൽ ഓടിച്ചിട്ടും വീണ്ടും വീണ്ടും ആ 81 നമ്പർ പോസ്റ്റിലേക്കാണ് തിരിച്ചെത്തുന്നത്. അവിടുന്ന് പോകുന്നേയില്ല. നമ്മൾ വീണ്ടും വീണ്ടും പഴയ സ്ഥലത്തേക്കാണ് എത്തുന്നതെന്ന് ഭാര്യ പറയും. ഇത് കേട്ടത് മസ്ലം കൂട്ടുകാരൻ ഹനീഫ്, പണ്ട് സംഭവിച്ചത് വീണ്ടും സംഭവിക്കുന്നു, നിനക്ക് മനസ്സിലായില്ലേ? എന്താണ് നമുക്ക് പറ്റുന്ന? ഭാര്യ അയാൾ പറയുന്നത് കേട്ടിട്ട് ഹീറോയോട് ചോദിക്കുകയാണ്, ഹനീഫ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നീ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉള്ള കാര്യം തുറന്നു പറയും. അപ്പൊ ഹീറോ പറയും, 25 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ ഓർഫനേജിൽ ഒരു തീപിടുത്തം ഉണ്ടായി. അതിൽ 3 കുട്ടികൾ കൊല്ലപ്പെട്ടു. അതിന് കാരണക്കാരി മിറ ആന്റി ആയിരുന്നു. അവരത് കഴിഞ്ഞപ്പോൾ പ്രാന്തിയെ പോലെ പെരുമാറാൻ തുടങ്ങി. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മിറ ആന്റി ദുർമന്ത്രവാദം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടികളെ കൊന്നതെന്ന്. അന്നേ ദിവസം ഞങ്ങൾ 3 ആൺപിള്ളേരും പേടിച്ചിട്ട് ആ ഓർഫനേജ് വിട്ടുപോകാൻ വേണ്ടി അവിടുന്ന് ഓടാൻ തുടങ്ങി. പക്ഷെ എത്ര ഓടിയാലും വീണ്ടും വീണ്ടും തിരിച്ച് ആ ഓർഫനേജിലേക്ക് തന്നെയാണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ കഴിഞ്ഞില്ല. അധികം വൈകാതെ മിസ്റ്റർ ബണ്ടി മിറ ആന്റിയെ പിടിച്ച് ലോക്ക് ചെയ്തു. അവരെ പൂട്ടിയിടാൻ വേണ്ടി ഞങ്ങളും ബണ്ടി ഞങ്ങളെ സഹായിച്ചിരുന്നു. പൂട്ടിയിട്ട് കുറെ സമയം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോഴേക്കും കതവി തലയിടിച്ച് അവർ മരിച്ചെടുക്കായിരുന്നു. പിന്നെ വേറെ വഴിയില്ലാതെ അതേ മുറിയിൽ തന്നെ ഞങ്ങൾ 3 ആൺകുട്ടികളും മിസ്റ്റർ ബണ്ടിയും ചേർന്ന് അവരെ കുഴിച്ചു മൂടുകയായിരുന്നു. ഇത് കേട്ട ഭാര്യ, അപ്പൊ മിറ ആന്റിയുടെ ബോഡി ഇപ്പോഴും ആ വീട്ടിൽ തന്നെയാണോന്ന് ചോദിക്കും. ഹീറോ അതേന്ന് പറയുമ്പോൾ ഇവള് ബ്രേക്കിലേക്ക് ആഞ്ഞു ചവിട്ടാണ്. എന്നിട്ട് വണ്ടി നേരെ ഓർഫനേജിലേക്ക് തിരിച്ചുവിടും. ഈ സമയത്ത് ആ വീട്ടിലെ പയ്യൻ ഈ എലിയെ കൊല്ലാൻ വേണ്ടി ബുള്ളറ്റ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ കൈ തനിയെ ചെന്ന് ഒരു സ്റ്റാപ്ലെയർ എടുക്കും. അവന് തന്റെ സ്വന്തം കൈ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഈ സ്റ്റാപ്ലെയർ തനിയെ വന്ന് അവന്റെ ചുണ്ടിലേക്ക് പിന്നടിച്ചിറക്കാണ്. അവന്റെ ചുണ്ട് മൊത്തം ബന്ധിതമാക്കും. ഈ നേരത്ത് കുഞ്ഞു പയ്യനാണെങ്കിൽ, റാണി നേരത്തെ വീഡിയോ മുഴുവൻ കാണിച്ചില്ലല്ലോ, ഇവനാണെങ്കിൽ കുറുമ്പനാ. അതുകൊണ്ട് ആരും അറിയാതെ വന്നിരുന്ന് ആ വീഡിയോന്റെ ബാക്കി ഭാഗം കൂടെ ടിവിയിൽ വെച്ച് കാണാൻ ശ്രമിക്കും. ഇത് അവനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മിറ ആന്റി ആ ടിവി വീഡിയോയിലൂടെ നടന്നു വരുന്നുണ്ട്. പക്ഷെ ശരിക്കും ആ സമയത്ത് ഇവന്റെ പിറകിലൂടെ ശരിക്കുള്ള മിറ ആന്റി നടന്നു വരുന്നുണ്ടാവും. അടുത്ത സെക്കൻഡ് ടിവി കട്ടായിപ്പോയി. ഇവൻ നോക്കുമ്പോൾ ആ ടിവിക്ക് പിന്നിലായിട്ട് ഈ മിറ ആന്റി നിൽപ്പുണ്ട്. അതിന്റെ രൂപം കണ്ട് പേടിച്ച ചെറുക്കൻ ചേച്ചിയുടെ പേരും വിളിച്ച് അടുത്ത മുറിയിലേക്ക് ഓടിക്കയറും. അവിടെ മൊത്തം ഇരുട്ടായതുകൊണ്ട് ഇവൻ മൊബൈൽ ടോർച്ചിലെ വെളിച്ചം കൊണ്ട് ചുറ്റും അടിച്ചു നോക്കവേ ആ വീട്ടിലെ ചെറുക്കൻ വാ മൊത്തം പിന്നടിച്ച അവസ്ഥയിൽ തോക്കുമായിട്ട് ഇവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കുഞ്ഞുപയ്യൻ എന്താ ചെയ്യേണ്ടെന്നറിയില്ല. ആ തോക്കിലെ 2 ഉണ്ട കുഞ്ഞുപയ്യന്റെ ദേഹത്തിറങ്ങി. ഒന്ന് കാലിലും ഒന്ന് തോളത്തും. അത് ചെറിയ എയർ ഗണ്ണായതുകൊണ്ട് വലിയ ഡാമേജ് ഇല്ല. അടുത്ത വെടി അവൻ നെറ്റിയിലേക്കാണ് വെടിക്കാൻ പോകുന്നത്. പക്ഷെ തലയിൽ വെടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുപയ്യൻ മരണപ്പെടും. വീടിനകത്ത് എന്താ സംഭവിച്ചെന്നറിയില്ല. ഈ നേരം അച്ഛനും അമ്മമാരും വീട്ടിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞു. എത്തിയ ഉടനെ ഇവരെന്റെ കുട്ടികൾ എവിടെയെന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് വീട് മുഴുവൻ ഓടിച്ചെന്ന് പരിശോധിക്കുക. അപ്പൊ റാണി അവിടെയുണ്ട്, മാമനും സിത്തിയും ഉണ്ട്, മൂത്ത 2 പിള്ളേരുണ്ട്. കുഞ്ഞുപയ്യൻ ഹക്കീനെ മാത്രം കാണുന്നില്ല. ഹക്കി എവിടെയെന്ന് ചോദിച്ച് ഇവർ ചുറ്റും നടക്കും. ഇതേ സമയം ഭാര്യ, ഈ ഹോമിലെ കുട്ടികൾ വരേണ്ട സമയമായല്ലോ, അവരിനി എത്തിയിട്ടില്ല, അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഹീറോയോട് ചോദിക്കുകയാണ്. ഹീറോ പറയും, നമ്മൾ വരുന്ന വഴി ഒരു ആക്സിഡന്റ് സംഭവിച്ചിരുന്നു. നിങ്ങൾ പേടിക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറയാതിരുന്ന ആ ആക്സിഡന്റിൽ എല്ലാ കുട്ടികളും മരണപ്പെട്ടു. ഞങ്ങൾ അതും കണ്ട് പേടിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തു പോകണം. ഇത് കേട്ട ഭാര്യ പറയും, എനിക്ക് ആദ്യം എന്റെ മോനെ തിരിച്ചു കിട്ടണം. ഹക്കി എവിടെ? അവൻ അന്വേഷിക്കേ, അവനില്ലാതെ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടുമില്ല. ഇത് കേട്ട ഹീറോ പറയും, നീ പേടിക്കാതെ, അവനെ കണ്ടുപിടിക്കാം, നീ ഇവിടെ കാത്തിരിക്കി, ഞങ്ങൾ പോയി പരിശോധിക്കാന്ന് പറഞ്ഞ് ഇവര് വീട് മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങും. ഈ സമയത്ത് മസലിന്റെ ഭാര്യയെ കാറിൽ നിന്ന് കാണുന്നില്ല. അവൾ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. ഇയാള് പറമ്പിലൂടെ
നടന്നു പോകുമ്പോ മസിലന്റെ ഭാര്യ താഴെ കിടക്കുന്ന കമ്പിളിപ്പുഴുക്കളെയൊക്കെ എടുത്ത് തിന്നോണ്ടിരിക്കുക. ഇവൻ ഒച്ച വെച്ച് അവളെ ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ബോധം വന്ന പെണ്ണ് വീണ്ടും ബോധം കെട്ടുപോകും. ഈ നേരത്ത് ഹീറോയുടെ ഭാര്യ അവൾ ഈ ബണ്ടിറ്റിന്റെ മുറിയിൽ നിന്നും എന്തോ ശബ്ദം കേട്ട് അയാളുടെ മുറിയിലേക്ക് കടന്നു ചെല്ലാം. അപ്പൊ ബെഡിനടിയിൽ എന്തോ ഇളകുന്നതായിട്ട് ഇവൾക്ക് തോന്നും. ബെഡിനടിയിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. എന്നാൽ അവിടുത്തെ തറ പൊളിഞ്ഞു കിടപ്പുണ്ട്. ഈ തറയുടെ അടിയിൽ നിന്നും ഒരു പ്രഷ്യസ് ബോക്സ് ഇവളുടെ കയ്യിലേക്ക് കിട്ടും. ഇത് അവള് തുറന്നു നോക്കി അതിനകത്തെ ഫോട്ടോസ് കാണുമ്പോൾ ഉടനെ ദേഷ്യപ്പെട്ട് ഹീറോയുടെ അടുത്തേക്ക് ഓടി വരാണ്. ഇതെന്താണ്, ഇവിടെ എന്താണ് സംഭവിക്കണമെന്ന് അവൾ ഹീറോയോട് ചോദിക്കും. ഹീറോ ആ ഫോട്ടോസ് നോക്കുമ്പോണ്ട് ചെറിയ ചെറിയ പെൺകുട്ടികളെ വളരെ വൾഗറായിട്ട് മിസ്റ്റർ ബണ്ടിറ്റ് ഫോട്ടോ എടുത്തു വെച്ചിരിക്കുക. ആ പെൺകുട്ടികളെ എല്ലാം ഇയാൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് കാലമായിട്ട്. ഇപ്പോഴാണ് ഹീറോയിന് കാര്യം പിടികിട്ടുക. എന്തുകൊണ്ടാണ് ഓരോ വർഷവും ഇവിടുത്തെ പെൺകുട്ടികളെ കാണാതായിക്കൊണ്ടിരുന്നത്. അവർ പേടിച്ചോടിക്കൊണ്ടിരുന്നു. ഇയാൾ ആ ഓർഫനേജിലെ കുട്ടികളെ പീഡിപ്പിക്കുകയായിരുന്നു. ഇത് മിറ ആന്റിക്ക് അറിയുമായിരുന്നു. അവർ ആ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ബണ്ടിറ്റ് മിറ ആന്റിയെ കൊന്നുകളഞ്ഞത്. ഇതെല്ലാം കേട്ട ഹീറോ നമുക്കെതിരെ ആരോ പ്രതികാരം ചെയ്യാണെന്ന് പറയും. അതാരാണെന്ന് ചോദിക്കുമ്പോൾ ഹീറോ വീണ്ടും ആ ഫോട്ടോകൾ തിരിച്ചും മറിച്ചും പരിശോധിച്ച് നോക്കുന്നു. ഒരു ഫോട്ടോയ്ക്ക് പുറകിൽ സിറ്റി എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വീട്ടിലുള്ള സിറ്റിയെയും ഇയാൾ ചെറുപ്പത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴായിരിക്കും ചിമ്മൻ കൂട്ടുകാരൻ ഭാര്യയുമായിട്ട് അകത്തേക്ക് വരുന്നത്. എന്റെ ഭാര്യ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ മരണപ്പെടുമെന്ന് അവൻ പറഞ്ഞു കരയും. അപ്പൊ ഹീറോ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല, നിനക്കത് മനസ്സിലായില്ലേ, കുറച്ച് കാത്തിരികെ എന്തേലും വഴി കിട്ടും. ഇതും പറഞ്ഞിട്ട് ഹീറോ പണ്ഡിറ്റിന്റെ മുറിയിൽ നിന്ന് കിട്ടിയ ഫോട്ടോസ് കൂട്ടുകാരന് കാണിച്ചു കൊടുക്കുകയാണ്. കൂട്ടുകാരൻ ഇതേപ്പറ്റി എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു കരയും. അപ്പൊ ഹീറോ നിന്നെ ആരാണ് ഈ വീട്ടിലേക്ക് ക്ഷണിച്ചതെന്ന് ചോദിക്കും. സിറ്റിയാണെന്ന് കൂട്ടുകാരൻ പറയും. ഇവരെയും ക്ഷണിച്ചത് സിറ്റിയാണ്. ആ സമയത്തായിരിക്കും സിറ്റിയും മാമനും അങ്ങോട്ട് വരുന്നത്. ഇവര് മാമനെ തല്ലിയിട്ട് ആ ഫോട്ടോയും കാണിച്ച് സത്യം പറയടാ, നിങ്ങളാണോ ഞങ്ങൾക്കെതിരെ പ്രതികാരം ചെയ്യുന്നത്, ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? മാമൻ ആ ഫോട്ടോ കണ്ടൊന്നും മനസ്സിലാവില്ല. എന്നാൽ സിറ്റി ആ ഫോട്ടോ വാങ്ങിച്ചിട്ട് ബണ്ടിറ്റ് ഞങ്ങളെല്ലാവരെയും ഉപദ്രവിച്ചിരുന്നു, ആരെയും വെറുതെ വിട്ടിട്ടില്ല, എന്തുകൊണ്ട് അത് പുറത്തു പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ ബണ്ടിറ്റാണ് ആ 3 കുട്ടികളെ കൊന്നത് പോയിസൺ കൊടുത്തിട്ട്. ആ പെൺകുട്ടികൾ സമ്മതിക്കാത്തതുകൊണ്ട് പോയിസൺ കൊടുത്ത് കൊന്നിട്ട് കത്തിച്ചു കളയായിരുന്നു. അത് ഞങ്ങൾക്കെല്ലാം ഉള്ളൊരു ഭീഷണിയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പേടിച്ച് വാ തുറക്കാതിരുന്നത്. എന്നെ അയാൾ വീണ്ടും ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി, തൊടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചൂടുവെള്ളം മുഖത്തേക്ക് ഒഴിച്ചത്. എന്റെ വിരൂപരൂപം കണ്ടപ്പോൾ അയാൾ വീണ്ടും എന്നെ തൊട്ടില്ല. മിറ ആന്റി ഞങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. അതിനു വേണ്ടിയിട്ടാണ് അവർ ബ്ലാക്ക് മാജിക് യൂസ് ചെയ്ത് ബണ്ടിറ്റിനെ അങ്ങനെയെങ്കിലും കൊല്ലാമെന്ന് അവർ വിചാരിച്ചിരുന്നു. എന്നാൽ അവർക്കത് കഴിഞ്ഞില്ല. പക്ഷെ ഇന്നേ ദിവസം നടന്ന സംഭവം അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് അറിയില്ല, സത്യമായിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവർ കാലെ വീണ് കരയും. ഈ സമയത്ത് ഹീറോയുടെ കാറിനകത്തുണ്ടായിരുന്നില്ലേ ആക്സിഡന്റ് ആയ പെൺകുട്ടി, ആ കുട്ടി മരിച്ചിട്ടില്ല. അവള് സിറ്റിയുടെ പേരും വിളിച്ച് വീടിനകത്തേക്ക് കയറി വരും. വളരെ ക്ഷീണിച്ച അവസ്ഥയാണ്. സിറ്റി ഓടി വന്ന് മുസ്തിക നിനക്ക് എന്തു പറ്റി, കുട്ടികൾക്കൊക്കെ എന്താണ് സംഭവിച്ചെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ പെൺകുട്ടി നടന്ന കാര്യങ്ങൾ പറയും. ഇവര് ടൂറും കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു ഈ ഓർഫനേജിലെ കുട്ടികളെല്ലാവരും. വരുന്ന വഴിയാണ് ബസിന്റെ കൺട്രോള് പോയി ബസ് കരിമ്പും കാട്ടിനകത്തേക്ക് ഇടിച്ചു കയറുന്നു. സ്റ്റോപ്പായ വണ്ടിയിലേക്ക് ഒരു ലേഡി കയറി വന്നു. അവര് കയറി വന്ന് എന്തോ മന്ത്രം ജപിച്ചപ്പോഴത്തേക്കും കുട്ടികളെല്ലാം സ്വന്തം തലയും കൈയും ഇടിച്ച് മരണപ്പെടാൻ തുടങ്ങി. പ്രേതം ബാധിച്ചതുപോലെ അവര് പെരുമാറി ഓരോരുത്തരായിട്ട് മരിച്ചു വീണു. ഈ പെൺകുട്ടി പാട്ട് കേട്ടുകൊണ്ടിരുന്നുകൊണ്ട് ആ മന്ത്രം അവളുടെ ചെവിയിലേക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ പെൺകുട്ടി മാത്രം രക്ഷപ്പെട്ടു. അവള് ജീവനം കൊണ്ട് കരിമ്പുകാട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി വരികയായിരുന്നു. അപ്പോഴാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത്. ഇതെല്ലാം കുഞ്ഞ് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഹീറോ ദേഷ്യപ്പെട്ട് ഹീറോയ്ക്ക് പെരുത്ത കലിപ്പ് കയറി അയാൾ ബണ്ടിറ്റിന്റെ മുറിയിലേക്ക് ഓടി വന്നിട്ട് ബണ്ടിറ്റിനെ കഴുത്തെ പിടിച്ച് കൊല്ലാൻ ശ്രമിക്കും. താൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്, താൻ ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുക. അപ്പോഴേക്കും ഭാര്യ ഓടി വന്ന് ഹീറോയെ തടഞ്ഞു മാറ്റിയിട്ട് അയാളെ കൊന്നതുകൊണ്ട് നമുക്കൊരു ലാഭം ഉണ്ടാകാൻ പോകുന്നില്ല, നമുക്ക് ആദ്യം ഇവിടം വിട്ടുപോകാം, അയാൾക്കുള്ളത് ദൈവം കൊടുത്തോളാം, നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കണ്ടുപിടിച്ചിട്ട് ഇവിടം വിട്ടുപോകാം. ഹീറോ ശരിയെന്ന് പറഞ്ഞ് സമാധാനിച്ച് നിൽക്കുമ്പോഴാണ് ആ പ്രഷ്യസ് ബോക്സിനകത്തുള്ള വേറെയും 1-2 ഫോട്ടോസ് ഹീറോ കാണുന്നത്. അതിൽ മിറയുടെ കയ്യിൽ ഒരു കൊച്ചുകുട്ടിയുണ്ട്. മിറയാണ് ആ കൊച്ചുകുട്ടിയെ പ്രസവിച്ചത്. കുട്ടിയുടെ പേര് നോക്കുമ്പോൾ ഫോട്ടോയുടെ പുറകിൽ എഴുതിയിട്ടുണ്ട് മുർണി എന്ന്. അതായത് മുർണി എന്ന കുട്ടി ശരിക്കും അനാഥ കുട്ടിയല്ല, മിറയുടെ തന്നെ സ്വന്തം മോളായിരുന്നു. അമ്മയെ ഇവര് കൊന്നു കുഴിച്ചു മൂടുന്ന കണ്ടിട്ട് വിഷമിച്ചവള് ഈ ഓർഫനേജിൽ നിന്ന് ഓടിപ്പോയതാ. ഇതെല്ലാം മനസ്സിലാക്കിയ ഹീറോയ്ക്ക് ഇപ്പം നടക്കുന്നതിന്റെ കാരണവും ആരാണെന്ന് മനസ്സിലാവും. അത് മുർണിയാണെന്ന് ഹീറോ പറയും. ഈ നേരം നമ്മുടെ ആ വീട്ടിലെ പയ്യൻ കൊച്ചുകുട്ടി ഹക്കീനെ എടുത്തോണ്ട് വരുന്നുണ്ട്. എനിക്കറിയാതെ സംഭവിച്ചതാ, ഇവൻ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞ് അവൻ കരയും. അവൻ ആ കുഞ്ഞിനെ കൊന്നിട്ടില്ല, എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുത്തി. ഇപ്പൊ ഹീറോ കൊച്ചുമോനെ എടുത്തോണ്ട് കാറി കയറ്റി കൊണ്ടുപോകാൻ വേണ്ടി ഓടി വരുന്നുണ്ട്. അപ്പൊ കാറിന്റെ മണ്ടയിലേക്ക് ആ 3-ാം കൂട്ടുകാരന്റെ ഭാര്യ വായലൊക്കെ ചോരയായിട്ട് ചാടി കയറി വരും. അവൾക്ക് പ്രേതം പിടിച്ചതുപോലുണ്ട്. ആ പെണ്ണ് പറയാണ്, വേണ്ടപ്പെട്ടവരെ നഷ്ടമാവുമ്പോൾ എത്ര വേദന അനുഭവിക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ, ഇനിയും മനസ്സിലാവുമെന്ന് പറഞ്ഞ് ആ പെണ്ണ് സ്വന്തം തല കാറിന്റെ കണ്ണാടിയിലേക്ക് ഇടിച്ചു പൊളിക്കാൻ തുടങ്ങും. എന്നിട്ട് ബോധം കെട്ട് വീഴും. ഹീറോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടെന്നറിയില്ല. അവൻ മുർണി എന്നുള്ള പേര് വിളിച്ചു പറയാണ്, മുർണി നിർത്ത്, എന്തിനാണ് നിനക്ക് ഇത്ര പക? എന്റെ പിള്ളേരെന്ത് ചെയ്തു? അവരെ വെറുതെ വിട്ടേക്ക്, ഞങ്ങൾ ഒരു പാവവും ചെയ്തിട്ടില്ല, ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. അപ്പൊ ആ
മുരളിയുടെ രൂപം ദൂരെ നിന്നും ഇവരടുത്തേക്ക് പറന്നു വരുന്നുണ്ട്. ആ രൂപം വരുന്ന കണ്ട് ബാക്കിയുള്ള എല്ലാവരും പേടിച്ച് വീടിനകത്തേക്ക് ഓടിപ്പോവും. ഹീറോ മാത്രമാണ് പുറത്തുണ്ടാവുക. ഹീറോയുടെ കഴുത്തിന് പിടിച്ച് ആ മുരളി മന്ത്രവാദി ഹീറോനെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട ഹീറോയുടെ ഭാര്യ കൈയിൽ കിട്ടിയ കത്തിയെടുത്ത് അവളെ വെട്ടാൻ വരുമ്പോഴാണ് പുറകിൽ നിന്ന് ആ വീട്ടിലെ പെണ്ണ് റാണി ഹീറോയിന്റെ മണ്ടയ്ക്കടിച്ച് അവളെ ബോധം കെടുത്തുന്നു. ഹീറോയിൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവൾ ഏതോ മുറിയിലായിരിക്കും, കൂടെ ആരുമില്ല. അടുത്ത മുറികളിൽ നിന്ന് കൂട്ടുകാരികളും അവരുടെ ഭർത്താക്കന്മാരും കുട്ടികളും ഇവരെല്ലാവരും കരയുന്ന ശബ്ദം കേൾക്കും. അവരെല്ലാം ഓരോ മുറിയിൽ പൂട്ടിയിട്ട് ഈ പ്രേതം ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. കൈകളെല്ലാം ഒടിച്ചു കളയും. ശരീരത്ത് തേനീച്ച കൂടും കൊടുത്ത് തേനീച്ചകളെ കടിപ്പിക്കുന്നു. സിദ്ധിയുടെയും മാമന്റെയും മുഖത്തേക്കൊക്കെ ചൂടുവെള്ളം സ്പ്രേ ചെയ്യിക്കുന്നുണ്ട്. പിന്നെ ഇവരെ മൂത്ത മക്കളാണെങ്കിൽ പാറ്റേനെയും പല്ലീനെയും ചോരയ്ക്കൊപ്പം ഛർദ്ദിച്ച് മറ്റൊരു മുറിയിൽ, വേറൊരു മുറിയിൽ അനങ്ങാൻ കഴിയാതെ ഹീറോ നിൽപ്പുണ്ടാവും. അതേ മുറിയിലാണ് ഈ മുരളിയും ആ വീട്ടിലെ പെണ്ണ് റാണിയും ബണ്ടിറ്റും ഉണ്ടാവുക. റാണി ശരിക്കും മുരളിയുടെ മോളാണ്. അവൾ ജനിച്ച ഉടനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിടുമായിരുന്നു മുരളി. റാണിക്ക് ഇത് ചെറുപ്പം മുതലേ അറിയാം. ഈ മന്ത്രവാദത്തിനു വേണ്ടി ഉള്ള സഹായം മൊത്തം മോളായ റാണിയാണ് അമ്മയ്ക്ക് ചെയ്തു കൊടുത്തത്. ഇപ്പൊ മുരളി ഹീറോയോട് പറയാണ്, ഇതെല്ലാം നിങ്ങൾ എന്നോടും എൻ്റെ അമ്മയോടും ചെയ്ത പാപമാണ്. അതിന് നിങ്ങളെല്ലാവരും അനുഭവിക്കും. നിങ്ങളെല്ലാവരെയും ഇന്നേ ദിവസം ഞാൻ കൊന്നുകളെ. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇത്രയും കാലം. ഇത് കേട്ട ഹീറോയുടെ ഭാര്യ ചോദിക്കും, ഞങ്ങളോടുള്ള നിന്റെ പ്രതികാരത്തിന് ന്യായമുണ്ട്. എന്നാൽ ആ കുട്ടികൾ, ഒന്നും അറിയാത്ത ഈ ഓർഫനേജിലെ കുട്ടികൾ, അവരെന്ത് പാപമാണ് ചെയ്ത് നീ അവരെ കൊന്നുകളയാൻ? അതിന് മുരളി പറയും, ഇങ്ങനൊരു വൃത്തികെട്ട ഓർഫനേജിൽ വളരുന്നതിനേക്കാളും നല്ലത് മരിച്ചു പോകുന്ന. ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കുട്ടികളെ ഞാൻ ഇല്ലാതാക്കിയത്. അപ്പൊ ഭാര്യ, ആ കുട്ടികളെ ഇല്ലാതാക്കി എൻ്റെ മക്കൾ എന്ത് പാവമാണ് ചെയ്ത്? അവരെങ്കിലും നിനക്ക് വെറുതെ വിട്ടൂടെ? അവരൊരു പാവവും ചെയ്തിട്ടില്ല. അവരൊന്നും അറിയുന്നുമില്ല. അപ്പൊ മുരളി പറയും, നിന്റെ മക്കളെ ഞാൻ വെറുതെ വിട്ടേക്കാം. പക്ഷെ അതിന് ബദലായിട്ട് നിന്റെ കെട്ടിയോനെ നീ തന്നെ കൊന്നുകളയണം. ഇവള് ഹീറോയിന്റെ കയ്യിലൊരു കത്തി കൊടുത്തിട്ട് ഹീറോയുടെ തല വെട്ടാൻ പറയും. തല വെട്ടിയാൽ നിന്റെ മക്കളെ ഞാൻ റിലീസ് ചെയ്യാം. മക്കളെ മാത്രം. അധികം സമയമില്ല, അവര് വെന്തുകൊണ്ടിരിക്കുകയാണ്. തീരുമാനം ഇപ്പെടുത്താൽ അവരെ കുറച്ച് ഭാഗമെങ്കിലും നിനക്ക് തിരിച്ചു കൊണ്ടുപോവാം. ഇത് കേട്ട ഹീറോ, എന്നെ എത്രയും പെട്ടെന്ന് വെട്ട്, എന്റെ കഴുത്തറക്ക് എന്നെ കൊന്നുകളെ, നമ്മുടെ പിള്ളേരെങ്കിലും രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ് കരയും. ഈ സമയത്താണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. നമ്മൾ കുഞ്ഞു പയ്യൻ ഹക്കീനെ കണ്ടില്ലല്ലോ. അവൻ എവിടെയോ ഒളിച്ചിരിക്കുകയായിരുന്നു. അവൻ ഈ പീഡാസഹനത്തിലൊന്നും പെട്ടിട്ടില്ല. മെല്ലെ മെല്ലെ ഒളിച്ചും പാത്തും വന്ന ചെക്കൻ കയ്യിലൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് വന്ന് മുരളി മന്ത്രവാദിയുടെ പള്ളക്കിട്ട് കുത്തും. എന്നിട്ട് മിണ്ടാതെ മാറിപ്പോയിരിക്കുക. അപ്പോഴും മുരളിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവൾ ഈ സ്ക്രൂ ഡ്രൈവർ ഊരിയെടുത്ത് രോഷാകുലയായി കുഞ്ഞു ചെക്കനെ അറ്റാക്ക് ചെയ്യാൻ പോവാ. അപ്പൊ ഹീറോയിനാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഓടി വന്ന് അവൾക്ക് കൊടുത്ത കത്തി കൊണ്ട് ഈ മുരളി മന്ത്രവാദിയുടെ കഴുത്ത് വെട്ടി പീസാക്കി കളയും. ഇത് കണ്ട റാണി കരയുന്നുണ്ട്. എന്തെന്നെയാണെങ്കിലും അവളുടെ അമ്മയാണല്ലോ. റാണിയെ ഹീറോ പിടിച്ചു മാറ്റും. ഈ സമയത്ത് തല അറുത്ത് മാറ്റിയെങ്കിലും സെയ്ത്താൻ ചത്തിട്ടില്ല. അത് താഴെ കടന്നിട്ടും കൊണ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ ജഡം മാത്രം എഴുന്നേറ്റ് ആ തല വീണ്ടും എടുത്ത് തലയിൽ വെച്ചിട്ട് തല അങ്ങ് ഫിറ്റാക്കും. ഇപ്പൊ തല തിരിച്ചു വന്നു. ഇതാണ് തിരുതല. ഇത് വെട്ടിമാറ്റിയാലും കൂടിച്ചേരും മുന്തിയനാന്ന് മനസ്സിലാക്കിയ പെണ്ണ് ഹീറോയിൻ മെഴുകുതിരി എടുത്ത് ഈ പെണ്ണിന്റെ പുറത്തേക്ക് വലിച്ചെറിയാണ്, ആ സെയ്ത്താന്റെ പുറത്തേക്ക്. തീ ദേഹത്ത് വീണ മുരളി ആളിക്കത്തി കരിഞ്ഞ് ചാമ്പലാവാൻ തുടങ്ങി. ആ തീ വീട് മുഴുവൻ പരക്കാൻ തുടങ്ങി. ഉടനെ റാണീനെയും വലിച്ച് ഭാര്യയും പുറത്താക്കി ഹീറോ ആ ബണ്ടിറ്റിനെ മാത്രം അകത്തിട്ട് ലോക്ക് ചെയ്തിട്ട് അവിടുന്ന് ഓടിപ്പോ. അയാൾ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ അയാൾ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് മന്ത്രവാദി മുരളിക്കൊപ്പം ആ വില്ലൻ ബണ്ടിറ്റും കൂടെ കരിഞ്ഞ് ചാമ്പലാവുകയാണ്. അങ്ങനെ ആ സെയ്ത്താന്റെ പ്രതികാരം അതോടെ അവസാനിക്കുന്നു. അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ വലിയൊരു സ്കൂള് വിട്ടുവരുന്ന ഹക്കീനെ പിക്ക് ചെയ്യാൻ വേണ്ടി അമ്മയും സിത്തിയും കൂടെ ചെന്നിട്ടുണ്ട്. ഇപ്പൊ സിത്തിയും മാമനും ഹീറോയുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇന്ന് വൈകിട്ട് പാർട്ടിക്ക് ബാക്കിയുള്ള മാമന്മാരും ആന്റിമാരും വരുന്നുണ്ട്. ഇവരെ കൂട്ടത്തിലാകെ മരിച്ചത് ഒരു കൂട്ടുകാരൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരെയും ഇവർക്ക് ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അവരെല്ലാം വൈകിട്ട് കാണാമെന്ന് പറഞ്ഞ് ഹീറോയിൻ വണ്ടി എടുക്കുന്നു. ഈ സമയത്ത് ഏതോ പുതിയ 2 ബ്രോക്കർമാര് ഈ ഓർഫനേജ് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ആൾതാമസമൊന്നുമില്ല. അതിനകത്ത് എന്താണെന്ന് പോലും ഇവർക്കറിയില്ല. എന്നാൽ ഇന്നും ആ ഓർഫനേജിനകത്ത് ആരോ നടന്നു പോകുന്ന ശബ്ദം കേൾക്കാം. അവിടെ വെച്ച് ദ ക്വീൻ ഓഫ് ബ്ലാക്ക് മാജിക് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി ത്രില്ലിംഗ് സിനിമയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം ഗുരു കഥ.